ഹലോ, നമസ്കാരം. ഞാൻ റാഫി ഡാംഷുവർ. നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്കിടയിൽ നിന്നും ഒന്ന് രണ്ട് പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. കുറച്ച് തിരക്കായതുകൊണ്ട് അതിന് മറുപടി നൽകാൻ വൈകി, എല്ലാവരും ക്ഷമിക്കുക. ചോദ്യം നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട്. നമുക്ക് അതിനൊരു ക്ലാരിറ്റി അനിവാര്യമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് 1995 മുതൽ 2000 വരേക്കും ഞങ്ങള് മറ്റ് പല കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ അന്നത്തെ പോളികോട്ട്, അതേപോലെ STP എന്നുള്ള കമ്പനികളുടെ പോളിമറും അവരുടെ SPR ലാറ്റക്സ് ഇതൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് എന്താ വെച്ചാൽ ആയുസ് കുറവായിരുന്നു. ഒരു 2 വർഷം 3 വർഷത്തിലപ്പുറമൊന്നും നമുക്ക് അതിനൊരു വാറണ്ടി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. കാരണം ഒരു വീട് വെക്കുന്ന ഒരാൾക്ക് 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ വാറണ്ടി കൊടുത്തതുകൊണ്ട് അവർക്കൊന്നും ആവാനില്ല. കാരണം 2 വർഷം വാറണ്ടി കൊടുത്താൽ അവർ 2ാം വർഷം 3ാം വർഷം വീണ്ടും വാട്ടർ പ്രൂഫിംഗ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് പ്രായോഗികമല്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം തോന്നി, കുറച്ചുകൂടി ലോങ് ലൈഫ് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ വേണം. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു, അതിനെക്കുറിച്ചിട്ട് പഠിച്ചു. അങ്ങനെ വലിയ സെറ്റപ്പ് ഒന്നും ഞങ്ങൾക്ക് അന്നില്ല. ഞങ്ങളുടെ ഉള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 500 സ്ക്വയർ ഫീറ്റിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ സ്ഥാപനത്തിൽ ഞങ്ങൾ തുടങ്ങിയ 2 പ്രൊഡക്റ്റ് 2000 മുതലാണ്. അത് വലിയൊരു പ്രൊഡക്ഷൻ തന്നെ പറയാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് ചെറിയ സംവിധാനമായിരുന്നു. 2 ഉൽപ്പന്നമാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലൊന്ന് റെസിൻ ബേസ്ഡ് ആണ്. എന്ന് വെച്ചാൽ ആഷ്ലാൻഡ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് ഞങ്ങൾ യൂസ് ചെയ്തത്. അത് ഇമ്പോർട്ടഡ് ആണ്. അതിവിടെ വിതരണം ചെയ്തിരുന്നത് മാത കെമിക്കൽസ്, നമ്മുടെ വൈറ്റിലയിലാണ്. നിങ്ങൾക്ക് അവരായിട്ട് ബന്ധപ്പെട്ടാലോ അല്ലെങ്കിൽ അവിടെ അന്വേഷിച്ചാലോ എപ്പോഴും സ്ഥാപനം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരുപാട് കാലം പഴക്കമുള്ള ഒരു സ്ഥാപനമാണ്. അത് പലതരത്തിലുള്ള റെസിൻസുകൾ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. ഇത് വാഴക്കാലം അടുത്ത് തന്നെയാണ്. അവിടെ ഒരു പോളികോട്ടിന്റെ ഒരു കമ്പനി ഉണ്ടായിരുന്നു. കമ്പനിയല്ല, പോളികോട്ടിന്റെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ടായിരുന്നു. അവരുടെ പ്രൊഡക്റ്റുകൾ ഞങ്ങൾ യൂസ് ചെയ്തിരുന്നു. അങ്ങനെ പിന്നെ STPയുടെ കമ്പനി അന്ന് ആലുവയിലായിരുന്നു. അവരുടെ ഉൽപ്പന്നങ്ങളും ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് പുതിയ 2 പ്രൊഡക്റ്റുകൾ നിർമ്മിച്ചു. ഇന്നത്തെ ഡാംഷുവറിന്റെ ബേസ് കാർഡിന്റെ ആദ്യത്തെ രൂപമായിരുന്നു. ഇന്ന് അതിന്റെ കുറെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് ഇപ്പൊ നമ്മൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ അന്ന് അതിന്റെ ഫസ്റ്റ് വേർഷനാണ്. 2000-ലാണ് ഞങ്ങൾ 2001-ലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ റിസർച്ച് കഴിഞ്ഞ് 2003-2004 ആയിക്കാണ് ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഇറക്കിയപ്പോൾ. അപ്പൊ ഫസ്റ്റ് ഇറക്കിയിട്ടുള്ളത് റെസിൻ ബേസ്ഡ് ആണ്. അപ്പൊ അത് ഭയങ്കര കോസ്റ്റ്ലി ആയപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി കോസ്റ്റ് കുറഞ്ഞ ഉപഭോക്താക്കൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഉൽപ്പന്നം വേണം എന്നുള്ളതുകൊണ്ടാണ് പിന്നീട് ഞങ്ങൾ പൂർണ്ണമായിട്ടും ജർമ്മൻ ടെക്നോളജിയിലേക്ക് മാറി പുതിയ ഫോർമുലേഷനും ടെക്നോളജികളും ഡെവലപ്പ് ചെയ്ത് 2015 അന്ന് 15 പ്രൊഡക്റ്റുമായിട്ടാണ് ഞങ്ങൾ വലിയ രീതിയിലേക്കുള്ള ഒരു മാനുഫാക്ചറിങ്ങിലേക്ക് പോയത്. അപ്പോൾ ഈ കമന്റിനുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. മാന്യമായിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഡാംഷുവർ മറുപടി നൽകുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. Damshur, expert bill care.